8 മണിക്ക് ഹോസ്പിറ്റലിൽ പഞ്ച് ചെയ്യണം, അല്ലേലേ മാസാവസാനം ശമ്പളം വരുമ്പോൾ കുറയും. ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഗുളിക കഴിക്കാൻ മറക്കല്ലേ. നിന്റെ കാര്യം ഓർത്തിട്ടാ മോളെ എനിക്ക് സങ്കടം. എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ് ഓരോ വീട്ടിൽ സമാധാനമായി കഴിയുന്നു. തിരിച്ചു വന്നാലോ ഈ വയ്യാതെ കിടക്കുന്ന എന്നെയും നോക്കണം. സന്തോഷത്തോടെയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതല്ല മോളെ, നിനക്കൊരു ജീവിതം വേണ്ടേ? നിന്റെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ എനിക്ക് വേണ്ടി ഇങ്ങനെ. എൻ്റെ അമ്മേ, ഇപ്പം അമ്മ സമാധാനമായിട്ടിരിക്കും. മനസ്സിന് വിഷമം തട്ടിയാലേ അസുഖം കുറയത്തില്ല. ഞാൻ വൈകുന്നേരം വരുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാകും. മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. ഫേബ, ഇന്ന് ഫേബയുടെ ഡ്യൂട്ടി 354 റൂം നമ്പറിലാണ്. അവിടെ ഭാനുമതി അമ്മയുണ്ട്. അമ്മ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ ബെഡിൽ നിന്നൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കും. ഒന്ന് ശ്രദ്ധിച്ചോണേ. എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണം. എനിക്ക് പോകണം. ഇല്ലാത്ത പൈസ ചെലവാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഹോസ്പിറ്റലിൽ. അപ്പൊ എന്താ കാണിക്കുന്ന? കിടന്നേ അമ്മച്ചി, അവിടെ കിടന്നേ. BP നോക്കാറുണ്ട്, മരുന്ന് കഴിക്കാറുണ്ട്. എങ്ങോട്ടേ എണീറ്റ് പോകുന്നേ? എത്ര നേരമായി വിളിച്ചിട്ട്? ഇപ്പോഴാണോ വരാൻ കണ്ട സമയം? മേഡം, തൊട്ടടുത്ത റൂമിൽ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അതാ ഇങ്ങോട്ടേക്ക് വരാൻ ലേറ്റ് ആയത്. ഞാൻ ഇവിടെ തന്നെ കാണാം. അമ്മച്ചി എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയണതല്ലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല മേഡം, ഡ്യൂട്ടി ഷിഫ്റ്റിംഗ് ടൈം ആയതുകൊണ്ടുള്ള തിരക്കാം. എക്സ്ക്യൂസ് മീ, ഒന്നും പറയണ്ട. താൻ പണിയെടുക്ക്. ഈ തള്ളയെ കൊണ്ട് അല്ലെങ്കിലും ബുദ്ധിമുട്ടാ. നിങ്ങളാണെങ്കിൽ സമയത്ത് വിളിച്ചോട്ടും വരത്തുമില്ല. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡം, നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ അമ്മയെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഞാൻ പോയി പരാതി കൊടുക്കും. സാരല്ലേ സർ, ഞാൻ നോക്കിക്കോളാം. മാഡം, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാം. പക്ഷെ ഇപ്പോൾ പേഷ്യന്റ് മരുന്ന് കൊടുക്കേണ്ട സമയമാണ്. ദയവായി ഒന്ന് സഹകരിക്കണം. അമ്മ കിടന്നേ. അമ്മ എണീക്കല്ലേ അമ്മ? അവിടെ കിടന്നേ അമ്മ. ഈ തള്ളയെ കൊണ്ട് തോറ്റു. എത്ര നേരമായി തുടങ്ങിയിട്ട്? അമ്മ ഒന്ന് കിടക്കമ്മേ. അമ്മ കിടന്നേ, മരുന്ന് തരട്ടെ. ഇനി കഴിച്ചോടി. നീ പിന്നെ പോയി കഴിച്ചിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. ഈ തള്ള ചേച്ചി പ്ലീസ്. അമ്മ ഉപദ്രവിക്കരുത്. അമ്മ എന്താ ചെയ്യുന്നത് അറിയാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ ഇപ്പോൾ. മുന്നിൽ നിന്ന് മാറി നിൽക്കടി. മേഡം, ഈ അമ്മയ്ക്ക് ഇപ്പം വേണ്ടത് നിങ്ങളുടെ സ്നേഹവും പരിചരണമാണ്. അമ്മേ, മുറ്റത്ത് പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചാലോ? എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടാലോ? ഇവരൊക്കെ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? എനിക്ക് നടക്കണം. ആരും വഴക്ക് പറയില്ല അമ്മേ, ഞാൻ ഇല്ലേ കൂടെ. ആദ്യം നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം, എന്നിട്ട് പുറത്തു പോവാം. ചെടിക്ക് വെള്ളം ഒഴിക്കാം, കിളികളെ കാണാം, മീൻ തീറ്റ കൊടുക്കാം. അയ്യോ മോളെ, ഞാൻ ഉറങ്ങിപ്പോയി. നമുക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പോകാം. അമ്മയ്ക്കിടന്നേ. പറയട്ടെ, കിടക്ക്. മോളെ, അമ്മയ്ക്കൊന്ന് നടക്കണം. ഒന്ന് സഹായിക്കാമോ? നടക്കണോ? നടക്കണം. ബാ.
എങ്ങോട്ടാ? പുറത്തിറങ്ങി എങ്ങോട്ടേലും ഓടിപ്പോയ ആരും ഉത്തരം പറയും? സാർ കോറിഡോറിലൂടെ നടന്ന അമ്മയുടെ മൈൻഡ് നോക്കിയാ. വലിയൊരു നേഴ്സുകാരി വന്നിരിക്കുന്നു. നീ ഡോക്ടറല്ലല്ലോ, നേഴ്സല്ലേ? മേഡം, ഞാൻ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് പേഷ്യൻസിനെ നോക്കാന്നുള്ളതാണ്. മിണ്ടരുത്. നേഴ്സാണെന്ന് പറഞ്ഞ വലിയ അഹങ്കാരമൊന്നും വേണ്ട. വേണ്ട മോളെ, നമുക്ക് പോകാം. എനിക്ക് പേടിയാവുന്നു. അമ്മ പേടിക്കണ്ട, ഞാൻ ഇല്ലേ കൂടെ. സർ പ്ലീസ്, ഞങ്ങളുടെ ജോലി ഇടപെടരുത്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഗുളിക ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടായി അമ്മ. ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ വഴക്കോ? എന്തിനാ മോളെ നീ വഴക്കിടാൻ പോയേ? ഞാനായിട്ട് പോയതല്ല അമ്മേ. അവരെപ്പോഴും ആ അമ്മയെ വഴക്ക് പറച്ചില്ല. അവർക്കാണെങ്കിൽ അമ്മയെ നോക്കാൻ താല്പര്യവും ഇല്ല. പാവം. അവരമ്മയും മക്കളും നാളെ ഒന്നാകും. നീ അവരോട് വഴക്കിനൊന്നും പോണ്ട. അതല്ല അമ്മേ, ആ അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ. അത് തന്നെയാ മോളെ ഞാൻ പറഞ്ഞത്. ആരോടും വഴക്കിനൊന്നും പോണ്ട. നാളെ തന്നെ സംസാരിച്ച് ആ വഴക്കന്ന് തീർക്കണം. എന്നിട്ട് എൻ്റെ പൊന്നു മോള് ആ അമ്മയ്ക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. നന്നായിട്ട് തന്നെ ആ അമ്മയെ നോക്കുന്നത്. അതവർക്ക് ഇഷ്ടപ്പെടുന്നത്. കാശിന്റെ ഹുങ്കും, അല്ലാതെ എന്താ. അനുമതി അമ്മേ, ഇത് എങ്ങോട്ടുള്ള യാത്രയാ? എനിക്ക് BP നോക്കണ്ടേ? അങ്ങോട്ടൊന്ന് വന്നിരുന്നേ. എൻ്റെ ചക്ര മോള് വന്നോ? മോൾക്ക് ഈ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നു. അമ്മ ഇനി വന്നേ, ഇവിടെ ഇരുന്നേ. വരാന്തയിലൂടെയൊക്കെ നടക്കാനേ. അതിന് മുമ്പ് ഈ ട്രിപ്പ് ഒന്ന് ഞാൻ ഇട്ടോട്ടെ. ഇങ്ങനെ ഓടി നടന്ന് എങ്ങനെ അസുഖം മാറും? എനിക്ക് അസുഖമോ? എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ കളിക്കുന്ന എനിക്ക് എന്ത് അസുഖം? അതൊക്കെ പോട്ടെ, മുഖത്തൊരു വാട്ടം കണ്ടല്ലോ. ഉറക്കമൊന്നും കിട്ടുന്നില്ലേ? അതൊന്നുമില്ല അമ്മേ, ചെറിയൊരു തലവേദന. സാരമില്ല, നിങ്ങൾ മാറും. സാരമില്ലെന്ന് നീ പറയുന്നു. നീ എല്ലാവരെയും നോക്കുന്നതാണ്. നിന്നെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ. കണ്ണ് കണ്ടാൽ അറിയാം നല്ലതുപോലെ തളർന്നിട്ടുണ്ടെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളണം കേട്ടോ. വീട്ടിലെ അമ്മയെ തന്നെ പറയാ. അമ്മ ഓർമ്മ. അതിനെന്താ, ഇനി മുതൽ ഈ ആശുപത്രിയിൽ മോളുടെ അമ്മ ഞാനാണ്. മോൾ BP നോക്കിക്കേ. കൃത്യം 120/80. അമ്മയുടെ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് മതി അസുഖം മാറാൻ. എന്നാൽ പിന്നെ ഗുളിയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ മോളെ? ഗുളികക്കൊക്കെ എന്തൊരു കയ്പാ. അതിന് പറ്റില്ല അമ്മേ, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. അമ്മ വേഗം സുഖമായിട്ട് വരാം. മോളുടെ സന്തോഷത്തിന് വേണ്ടി കയ്പുള്ള ഗുളിക ഞാൻ കഴിക്കാം. എന്നാൽ മരുന്ന് കഴിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വിട്ടിരിക്കണേ. നന്നായിട്ട് ഉറങ്ങാൻ വേണം. എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. നാളെ കാണാവേ. നാളെ വേഗം വരണേ. അമ്മേ, ആ ഭാനുമതി അമ്മയില്ലേ? ആ അമ്മ ഇന്ന് നല്ല ഉഷാറായിരുന്നു അമ്മേ. റൂമിലോട്ട് ചെന്നപ്പോൾ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് നന്നായെന്ന് എനിക്ക് തോന്നി. നല്ല സന്തോഷത്തോടെ ആ അമ്മ ഇന്ന് എന്നോട് സംസാരിച്ചത്. അവരുടെ മക്കളെക്കുറിച്ചും പഴയ കഥകളെ പറ്റിയും എന്തൊക്കെയോ എന്നോട് സംസാരിച്ചു. ചുമ്മാ ഞാൻ ചോദിച്ചു ഡിസ്ചാർജ് ആക്കി വിടട്ടേന്ന്. അപ്പോൾ പറയാ, എന്നെ പറഞ്ഞു വിടല്ലേ മോളെ. അമ്മയ്ക്ക് സുഖമായെന്ന് മോൾ ആരോടും പറയല്ലേ. എന്താ അമ്മ എങ്ങനെ? വീട്ടിൽ പോകണ്ടേ? അവിടെ എല്ലാവരും കാത്തിരിക്കില്ലേ? അവിടെ ചെന്നാൽ മിണ്ടലും പറയലും ഒന്നും ഇല്ലല്ലോ മോളെ. അവർക്കെല്ലാം തിരക്കോടെ തിരക്കല്ലേ. ഇവിടെ മോള് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മതി എനിക്ക്. രോഗം മാറിയെന്നറിഞ്ഞാൽ ഉടൻ അവരെന്നെ കൊണ്ടുപോകും. നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാവല്ലോ. എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചേ എനിക്കൊരു ഉമ്മയും തന്നു.
നാളെ ഈ അമ്മയുടെ അന്വേഷണം കൂടെ പറയണം കേട്ടോ മോളെ. ഉറപ്പായും പറയും. ചേച്ചി, ഭാനുമതിയമ്മ അവരിന്നലെ വൈകുന്നേരം ഡിസ്ചാർജ് വാങ്ങി പോയല്ലോ. നീ ഇനി വന്നേ. വാ. ഭാനുമതിയമ്മ പോയല്ലേ? എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. ഇന്ന് രാവിലെ വരുമ്പോൾ കാണാമെന്ന് വിളിച്ചു കൂടി പറഞ്ഞത്. രോഗം മാറുമ്പോൾ അവരങ്ങ് പോകും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നീ ഇങ്ങനെ വിഷമിച്ച ബാക്കിയുള്ള രോഗികൾ ആരും നോക്കും? ആ അമ്മയുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് വഴക്കായിരുന്നെങ്കിലും ആ അമ്മയ്ക്ക് എന്നോടും എനിക്ക് ആ അമ്മയോടും പ്രത്യേക സ്നേഹമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു ആ അമ്മ. മരുന്നും ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്താലേ അമ്മയ്ക്ക് തൃപ്തിയാവും. പെട്ടെന്ന് അമ്മ പോയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ വിഷമം. നീ പുതിയതായതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നുന്നത്. എല്ലാ രോഗികളും നമുക്ക് പ്രിയപ്പെട്ടവരാകും. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ നമ്മൾ വേറെ രോഗികളിലേക്ക് ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ പറ്റും. എനിക്കറിയാം, പക്ഷെ അമ്മയെ ഞാൻ ഉള്ളിൽ തന്നെ സ്നേഹിച്ചു. ഇതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ഈ സ്നേഹമൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇന്നൊരു ഭാനുമതി അമ്മയാണെങ്കിൽ നാളെ ഒരു എലിസബത്ത് വരും. നമ്മളെല്ലാവരെയും ഒരുപോലെ ശുശ്രൂഷിക്കണം. പക്ഷേ ആരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പാടില്ല. നമുക്ക് ഈ ജോലിയിൽ വേണ്ടത് കരുണയാണ്, അല്ലാതെ ഈ വൈകാരിക ബന്ധങ്ങളല്ല. മനസ്സിനെ പാവപ്പെടുത്താൻ ശ്രമിക്കുക. ശരിയായിരിക്കാം, ശരിക്കും സമയം വേണ്ടി വരും. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. ബാ, നമുക്ക് റൗണ്ട്സിന് പോയിട്ട് വരാം. അവിടെ നിന്നക്കത്ത് വേറെ അമ്മമാരുണ്ടാവും. ബാ, നമുക്ക് പോകാം. വേദനിക്കുന്നവർക്ക് മുന്നിൽ സ്വന്തം നോവുകൾ മറക്കുന്നവർ. പരിചരണത്തിനിടയിൽ ഉടലെടുക്കുന്ന ആത്മബന്ധങ്ങൾ പലപ്പോഴും പടിയിറങ്ങി പോകുന്നത് അവരുടെ മനസ്സിൽ ഒരു വിങ്ങലായി ജീവിതത്തിൽ ഉടനീളം അവശേഷിക്കും. എങ്കിലും ആ കണ്ണുനീർ തുടച്ച് പുതിയൊരു പുഞ്ചിരിക്കായി അവർ വീണ്ടും കർമ്മനിരതരാകും. സ്വന്തം വേദനകൾ മറന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന മാലാഖമാരെ നിങ്ങൾ ലോകത്തിന് ഒരു നേഴ്സ് മാത്രമായിരിക്കാം. എന്നാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ലോകവും പ്രതീക്ഷയുമാണ്. മരുന്നിനേക്കാൾ വേഗത്തിൽ രോഗിയെ സുഖപ്പെടുത്താൻ നിങ്ങളുടെ സ്നേഹനിർഭരമായ പെരുമാറ്റത്തിനും കരുതലിനും സാധിക്കും. കാരുണ്യത്തിന്റെ ഭാഷയിൽ ലോകത്തെ സുഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ട നഴ്സുമാർക്ക് ആദരവോടെ ഈ ദിനം സമർപ്പിക്കുന്നു.